ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ബറാത്ത് രാവിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്നലത്തെ വിശേഷമാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് പിന്നെ നോമ്പായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ദോശയും മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്ക് ഇന്ന് ബിരിയാണി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറ് അരി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ തന്നെ പൊരിക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉള്ളി അത്യാവശ്യം ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്ത് ഒന്നിച്ച് കോരുകയാണ് കേട്ടോ ചെയ്യുക. അല്ലാതെ ഞാൻ വേറെ വേറെ കോരൂല കേട്ടോ, ഒന്നിച്ച് കോരി എടുക്കുക ചെയ്യുക. അപ്പോഴേക്കും ഞാൻ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ കൊടുന്നപ്പോൾ തന്നെ മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് പുറത്ത് കൊടുന്ന് വെച്ചതാണ്. പിന്നെ ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ചൽ കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ തന്നെ ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിലിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ബിരിയാണി വെക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി വെച്ച വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റിസ്ക്കാണ്. ഉള്ളി അരിഞ്ഞ് അതൊക്കെ വാട്ടിയെടുത്ത് ചിക്കനൊക്കെ പൊരിച്ച് ചോറൊക്കെ വേവിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം തന്നെ ചോറ് വേവിച്ച് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കനും മസാല തേച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കുക്കറിൽ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് അത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് ചിക്കൻ പൊരിക്കണത് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അടിയിൽ തക്കാളിയും പച്ചമുളകും അതിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നെയ്യാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ എന്താണെങ്കിലും 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവറിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഞങ്ങൾ നെയ്യ് അങ്ങനെ ഉപയോഗിക്കലില്ല. സൺഫ്ലവറിലും വെളിച്ചെണ്ണയിലൊക്കെ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾ സൺഫ്ലവറിലാണ് കേട്ടോ അധികം ഉണ്ടാക്കൽ. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കൽ, നെയ്യ് എന്തായാലും എടുക്കലില്ല കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കോരി പിന്നെ അതിൽ ഞാൻ മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മസാല ഉണ്ടാക്കാൻ തക്കാളിയും പച്ചമുളകും ഈ ഒരു സ്പൂൺ നെയ്യാണെങ്കിൽ അത് 2 സ്പൂൺ, എണ്ണയാണെങ്കിൽ 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ ഞാനൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനാണ് കേട്ടോ 1 സ്പൂൺ പറഞ്ഞത്. പിന്നെ ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് 2 ഫിസിലടിച്ചാൽ നമ്മളെ മസാല ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഫിസിലൊക്കെ അടിച്ച് കുക്കറൊക്കെ തുറന്ന് വന്നപ്പോൾ മസാലയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനിത് ദമ്മിടാനുള്ള ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ചിക്കനും മസാലയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇതിലേക്ക് കുറച്ച് തൈരും ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ തൈര് തന്നെ ഒഴിച്ച് കൊടുക്കണമെന്നില്ല, ചെറുനാരങ്ങൻ്റെ നീര് വേണമെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുക്കൽ മസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചെമ്പൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാത്തൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കൊണ്ടുവന്നു. അപ്പോഴത്തേന് ഞാൻ ഈ ചെമ്പിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കട്ടെ. അപ്പോൾ അത് തൈരൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓളത് കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്പ് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലയിലൊന്നും ഓവറായിട്ട് നെയ്യും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, വെറും 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. കാരണം അടിയിൽ നല്ല തീ ഉണ്ടാവുമല്ലോ, അപ്പോൾ കരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തീ വേണേനും എന്നാലും നമ്മൾ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ അപ്പോൾ ഏകദേശം ഒരു 11:45 ടൈമിനൊക്കെയാണ് കേട്ടോ ഇത് ദമ്മ് ചെയ്യാൻ പോണത്. പിന്നെ ഞങ്ങൾ 1:30 1:45 ആയിട്ട് ചോറ് ദമ്മ് പൊട്ടിക്കോളൂ. അപ്പോൾ അതുവരെ അങ്ങനെ അടുപ്പിൽ തന്നെ ഇരിക്കണമല്ലോ, നമ്മൾ മേലെയും തീയിടും അടിയിലും ഉണ്ടാവും. അപ്പോൾ ചോറ് കുറേ നേരത്തെ വാർത്ത് വെച്ചതുകൊണ്ട് തന്നെ ചോറ് കൊട്ടൻ്റെ അടിയിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു പിന്നെ ഇതൊന്ന് തട്ടിക്കൊടുക്കുക പറഞ്ഞപ്പോൾ ഓളതിങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 3 ലെയറായിട്ടാണ് ഈ ചോറിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ദം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചോറ് ഇളക്കി എടുക്കുമ്പോൾ
അപ്പം നമ്മൾ ചോറിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും മസാലയും ചിക്കനും ഒരുപോലെ കിട്ടും. മറ്റേതാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ചോറ് ഇളക്കിയെടുക്കണമല്ലോ, അപ്പോൾ ചോറാകെ ചൂടാറി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയിലൊക്കെ പാടിട്ട് കൊടുത്തിട്ട് ഞാനിതിൽ നിന്ന് കുറച്ച് ചിക്കനും മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കും. പിന്നെ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറും ഇട്ടിട്ട് അങ്ങനെ ദം ചെയ്യാട്ടോ ചെയ്യാം. പിന്നെ അതൊക്കെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കുളിക്കാനും ബാക്കി പണികളൊക്കെ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് ഇവർ പള്ളിക്കൊക്കെ പോകാനുള്ളവരൊക്കെ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊക്കെ ഇത് ദം ചെയ്യണ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ പള്ളിയിൽ പോയി എന്ന് ഏകദേശം ഒരു 1:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചോറ് ദം പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ലതുപോലെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. നമ്മൾ ഉള്ളിയൊക്കെ കുറേ നേരം നിന്ന് വാട്ടിയിട്ട് ആകെ അതിനൊക്കെ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് ചോറൊക്കെ നല്ല വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോറൊക്കെ വിളമ്പി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഇപ്പം ഉണ്ട് ഇവിടെ, പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ ഇളയച്ചനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് പള്ളിയിൽ പോയി വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അസറായപ്പോൾ എല്ലാവരും നീച്ച് പിന്നെ നിസ്കരിക്കാനും പിന്നെ നമുക്ക് കുറേ ഓതാനൊക്കെ ഉണ്ടല്ലോ ബറാത്തിരാവല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മഗ്‌രിബിൻ്റെ ശേഷമാണ് കേട്ടോ ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ അത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ചക്കരച്ചോറ് ഉണ്ടാക്കിയത് അച്ചുട്ടി ഇരുന്നിട്ട് കഴിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചിരുന്നു. അപ്പോൾ മരുമോൻ വന്നിരുന്നു മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ജ്യൂസ് അടിച്ചതായിരുന്നു. അപ്പോൾ അത് അവൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് കൊടുത്തതാണ് കേട്ടോ. എല്ലാവരും കട്ടൻ ചായയും ചക്കരച്ചോറുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അസ്സലാമു അലൈക്കും.